ഹലോ, വെൽക്കം ടു ഷാനീസ് കിച്ചൺ. ഒരുപാട് നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് എൻ്റെ ഉച്ചയൂണാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ എന്തെല്ലാം കറികളാണ് ഉച്ചയൂണിന് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കർമൂസും കാമ്പും കൂട്ടിയിട്ട് ഒരു പുഴുക്കുണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൈപ്പക്ക വറവുണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരു മീൻ മുളകിട്ടതും മീൻ പൊരിച്ചതും. അപ്പോൾ ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പിന്നെ ഇതുപോലെ എന്തെല്ലാം കോമ്പിനേഷൻ കറികളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് പാവയ്ക്ക് ഇതുപോലെ തന്നെയാണ്, വറുത്ത് മാറ്റി വെക്കാം നമുക്ക്. പിന്നെ ഒരു 5-6 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതായത് ഈ കാമ്പും കർമൂസും വെന്ത് വരുന്നതിന് ഒരു 5-6 വിസിൽ വേണം. ഇനി നല്ല ആവോലി മുള്ളൻ അല്ലെങ്കിൽ താടി മുള്ളൻ എന്ന് പറയും, അതാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള മീൻ. അത് നന്നായിട്ടൊന്ന് കുറുകിയ മുളകിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തക്കാളിയും ഉള്ളി പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മീൻ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല കുറുകിയ കറി കിട്ടും കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടാവും. എന്നിട്ട് ഇതിലേക്ക് അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കണം. മീൻ താടിമുള്ളനായതുകൊണ്ട് തന്നെ കുറേ സമയമൊന്നും വെക്കാൻ പറ്റില്ല, അത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് മീനിട്ടതിന് ശേഷം കുറച്ച് സമയം തിളപ്പിച്ചതിന് ശേഷം കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് ഇറക്കി വെക്കാവുന്നതാണ്. അപ്പം മീൻ പൊരിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡ് മൊരിഞ്ഞ് വന്നതിന് ശേഷം ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നേരത്തെ നമ്മൾ കുക്കറിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാമ്പും കർമൂസയില്ലേ, അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചെടുത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതൊന്ന് വറ്റിച്ചെടുക്കുന്നത് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കാമ്പും കർമൂസും പുഴുക്കും റെഡിയായി. അതേപോലെ തന്നെ നമ്മളെ മീൻ കറിയും നേരത്തെ റെഡി ആയിട്ടുണ്ട്. അതേ സമയത്തേക്ക് നമ്മൾ ചോറ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കഴിച്ചാൽ മാത്രം മതി. നല്ല കുറുവേരി ചോറാണ് ഞാൻ ഉണ്ടാക്കൽ കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ കുറുവേരി തന്നെയാണ്. ഈ കുറുവേരിൻ്റെ ഒക്കെ ഏത് കറി കൂട്ടി കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റ് അല്ലേ. എല്ലാവരും അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ, ഏത് ചോറാണ് ഇഷ്ടം കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കുറുവേരി ചോറിനാണ്. ഏത് കറിയായാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ മീൻ മുളകിട്ടതും ചോറും കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവരൊന്ന് പറയണേ. പിന്നെ മീൻകറിയും ചോറും എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു വികാരമാണ് കേട്ടോ. മറ്റുള്ള പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിലും ഈ മീൻകറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ നല്ല മീൻ മുളകിട്ടതും മീൻ പൊരിച്ചതുണ്ട്. അതേപോലെ തന്നെ കർമൂസും കാമ്പും പുഴുക്കുണ്ടാക്കിയതുണ്ട്. പിന്നെ നല്ല പാവക്ക, അതായത് നമ്മളിവിടെയെല്ലാം പറയുക കൈപ്പക്ക എന്നാട്ടാ. കൈപ്പക്ക എന്ന് പറഞ്ഞാൽ പാവയ്ക്കാന്ന് കേട്ടോ. അത് നന്നായിട്ട് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നാരങ്ങച്ചാറുണ്ട്. പിന്നെ നല്ല കട്ടത്തൈരും. ഈ കട്ടത്തൈര് ചൂട് ചോറിലിട്ടിട്ട് കഴിക്കുന്ന സമയത്ത് വേറെ കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി. ചോറ് താനെ ഇറങ്ങിപ്പോകും കേട്ടോ. എല്ലാം കൂടി കുഴച്ച് നന്നായിട്ട് നമുക്ക് ചോറുണ്ണാം. എല്ലാവരും ചോറെല്ലാം കഴിച്ചാൽ ഞാൻ ഈ സമയമാകുമ്പോഴേക്കാണ് ചോറ് കഴിക്കുന്നത് കേട്ടോ. ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ചോറ് കഴിക്കും. ഇതുപോലെ വെറൈറ്റി കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ തന്നെ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. എല്ലാ ദിവസവും ഒരേ കറിയാകുമ്പോൾ ഭയങ്കര ഒരു മടുപ്പല്ലേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.